ഉമ്മ പറയുന്നതൊക്കെ കളവാണ്. എന്താ വെച്ചാൽ ഒരു കല്യാണം കഴിച്ചിട്ട് ആ ഉമ്മ അല്ല കൂട്ടിയത്, ഒരു വാടക താമസിച്ച് 3 വർഷം ഒരു വാടക താമസിച്ചിട്ടാണ് പിന്നെയാണ് മോളെ പ്രസവത്തിന് ശേഷമാണ് ആ ഉമ്മ വന്ന് കൂട്ടുന്നത്. പ്രസവത്തിനാണ് ആ ഉമ്മ ഇവിടെയായിട്ട് എടുക്കുന്നത്. പിന്നെ വെച്ചാൽ ആ കുട്ടിക്ക് ഉമ്മാൻ്റെ ഭാഗത്ത് നിരന്തരമായിട്ട് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. കുട്ടിക്ക് വല്ലാണ്ട് മാനസികമായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പോയി. ഇവള് മുന്നേ ഒരു നിക്കാഹ് കഴിച്ചിട്ട് ഇവരെയും കൊല്ലുന്നുള്ള ഭീഷണീൻ്റെ ഇതിലാണ് ഇവള് പിന്നെ അവൻ്റെ കൂടി പോകേണ്ടി വന്നത്. അല്ലാണ്ട് ഒരു കാരണവശാലും ആദ്യത്തോനിട്ടേ ചോൾ പോകില്ലായിരുന്നു. അന്നേ ഭീഷണി, അന്നേ കത്തി കൈ കരുതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവളോട് കാണിച്ചും കൊടുത്ത് എന്നെ കൊല്ലു, ഇന്ന് ഞാൻ കൊല്ലു, ഓൻ്റെ കൂടി പോയാൽ കൊല്ലു, എൻ്റെ കുടുംബത്തിനെയും കൊല്ലു, ഓൻ്റെ കുടുംബത്തിനെ. അങ്ങനെയാന്ന് ഓള് ഞങ്ങളോട് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ഈ വലയിൽ പെട്ടുപോയത്. പിന്നെ ഓൻ നല്ലോണം നോക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഓളോട് പറഞ്ഞ് ഓനിങ്ങനത്തേതാണെങ്കിൽ ഇനി തിരിച്ചു പോരി. അന്നപ്പോൾക്ക് പിന്നെ മക്കളും ആയിപ്പോയി. അപ്പോൾ മോക്ക് ഉപ്പയില്ലാണ്ടാവൂലേ ഞാൻ പോന്നാൽ, അയ്യൊരിതില്ലാണ് മോള് പിടിച്ചു നിന്ന്. പക്ഷെ ഉമ്മ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ ഉപ്പയാണ് കാരണമെന്ന്. ഒരു മക്കൾക്ക് ഇങ്ങനെ പറ്റിയ രക്ഷിതാക്കൾ നമ്മൾക്ക് സംരക്ഷണം തരൂലേ? ഒരു പെൺകുട്ടിക്ക് ഉപ്പയമ്മ നമ്മൾ സംരക്ഷിക്കൂലേ? അതുപോലെ ആ ഉപ്പ ചെയ്തുള്ളൂ. അല്ലാണ്ട് ഇവരെ ബന്ധം വേർപെടുത്താനൊന്നും ആ ഉപ്പ ഒരു കാരണവശാലും ശ്രമിച്ചിട്ടില്ല. ഇവന്റെ തരന്തരമായിട്ടുള്ള ഇവന്റെ ഉപദ്രവം കൊണ്ടാണ് ആ കുട്ടി ഇന്ന് മരിച്ചത്. ഈ കുട്ടിക്ക് ഉമ്മയില്ലാണ്ടായത്, ഈ കുടുംബത്തിന് മോള് നഷ്ടപ്പെട്ടത്. പോലീസുകാരും അങ്ങനെ തന്നെ അനാസ്ഥയാണ്. ഒരു പരാതി കൊടുത്ത ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഉപ്പക്ക് സംരക്ഷണം വേണം, ഞങ്ങൾക്ക് സംരക്ഷണം വേണം. എന്റെ മോള് ഇവിടെ ഉണ്ട്, മോളെ ഞാൻ നോക്കിക്കോളും. പക്ഷെ മോളെ ഒരു അവകാശം പറഞ്ഞ ഒരാളും ഇങ്ങോട്ട് വരരുത്, ഒരാളും വരരുത്. ഓന്റെ ഫ്രണ്ട്സോ ആരും വരരുത്. ഇനി